മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് നിങ്ങളുടെ ഡാറ്റയുടെ സെക്യൂരിറ്റി തന്നെയാണ്. നിങ്ങളുടെ ഡാറ്റയും സോഫ്റ്റ്വെയറും AWS ക്ലൗഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിനാൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നത്. ഹാർഡ് ഡിസ്ക് എറർ, സിസ്റ്റം എറർ മുതലായവ നിങ്ങളുടെ വർക്കിനെ യാതൊരു കാരണവശാലും ബാധിക്കുന്നത്. RNG എക്സ്പെർട്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. AWS ക്ലൗഡിലൂടെയുള്ള ടാലിയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫംഗ്ഷനുകൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടാലി ക്ലൗഡിലേക്ക് ലോഗിൻ ചെയ്യാം. എൻ്റെ പാസ്വേഡ് അടിച്ചു, സെക്യൂരിറ്റി പിന്നും കൂടെ ഞാൻ അടിക്കുന്നുണ്ട്. ലോഗിൻ കൊടുക്കുകയാണ്. സിസ്റ്റം കണക്ട് ചെയ്യാം. ഞാൻ ബ്രൗസർ വഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രൗസറിനകത്ത് തന്നെ ക്ലൗഡ് സിസ്റ്റം ഓപ്പൺ ആയി കാണാം. ടാലിയുടെ ഐക്കൺസ് എല്ലാം കാണാൻ പറ്റും. നോർമൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കമ്പനി ഇവിടെ കാണാം. അപ്പോൾ കമ്പനിയുടെ സെലക്ഷൻ കൊടുത്ത് ഞാൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കണം. കമ്പനി ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഞാൻ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്നുള്ളൊരു റിപ്പോർട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഇതിൽ ഡാറ്റ ഒന്നും ഇല്ല, എങ്കിലും ജസ്റ്റ് ആ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റിപ്പോർട്ടാണ് എനിക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ലോക്കൽ PC-യിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി എക്സ്പോർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് PC-യിൽ തന്നെയാണ് അത് സേവ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീല് മൈ ഫയൽസ് എക്സ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗഡിലത്തെ സിസ്റ്റത്തിന്റെ D ഡ്രൈവിൽ മൈ ഫയൽസിൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഫോൾഡറിനകത്തായിരിക്കും അത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഞാൻ അതിൽ കോൺഫിഗർ കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കി നോക്കാം. അത് ഞാൻ PDF ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫയൽ നെയിം വരുന്നത് bsheet.pdf ആണ്. എനേബിൾ സ്ട്രൈപ്പ് വ്യൂ അതും കൂടി ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് കൊടുക്കണം. ഓൾറെഡി അവിടെ ഫയൽ ഉള്ളതുകൊണ്ട് ഓവർ റേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓവർ റേറ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, സ്ട്രൈപ്പ് വ്യൂ ഉള്ള ഒരു ഫയല് എക്സ്പോർട്ടായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇത് കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലല്ല. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കൊരു ഇമെയിൽ അറ്റാച്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം, നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നിന്ന് ലോക്കൽ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മുടെ ക്ലൗഡ് സിസ്റ്റത്തിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്നുള്ളൊരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3 ഫോൾഡറാണ് കാണുന്നത്. മൈ ആപ്ലിക്കേഷൻ, ഷെയർ ഡാറ്റ ആൻഡ് മൈ ഫയൽസ്. അതിൽ മൈ ഫയൽസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആരോ കീ കാണാം. ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അവിടെ അഗൈൻ എക്സ്പോർട്ട് എന്നുള്ളൊരു ഫോൾഡർ കാണാം. അതും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്തുള്ള ഫയൽ നെയിമിന്റെ പേര് വെച്ച് നോക്കിയാൽ മതി. അതെടുക്കുക, ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ഫയൽ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കമ്പ്യൂട്ടറിൽ അത് ഓപ്പൺ ആവും. ഇത്രയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട കേസിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫയൽ നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലൗഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. സെയിം നമുക്ക് ആ സ്റ്റോറേജ് എന്നുള്ളതിലേക്ക് പോവാം. നേരത്തെ എടുത്ത പോലെ തന്നെ മൈ ഫയൽസ് എന്നുള്ള ഓപ്പൺ ചെയ്യുക, ഇമ്പോർട്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു അപ്ലോഡ് ഫയൽ എന്നുള്ളൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഫയലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിലേക്ക് അത് അപ്ലോഡ് ആയിക്കോളും. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ട് അതേപോലെ എക്സ്പോർട്ട് ഫംഗ്ഷൻ ക്ലൗഡിൽ നിന്നുകൊണ്ട് ലോക്കൽ PC-യിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇത്ര എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ, ടാലിയിലത്തെ ഡാറ്റ ക്ലൗഡ് PC-യിൽ നിന്ന് ലോക്കൽ സിസ്റ്റത്തിലേക്കും ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ക്ലൗഡിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.